ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് തൈര് കറിയാണ്. ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വേഗം വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: തൈര് 1 കപ്പ്, 250 ml ആണ് ഇത് പുളിയില്ലാത്ത തൈരാണ്. നിങ്ങളുടെ അടുത്ത് പുളിയില്ല തൈരാണെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി. കടലമാവ് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്. ഇനി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് ഞാൻ പറയുന്നത്. തക്കാളി 2 എണ്ണം, വലിയ ഉള്ളി 1, ജീരകം 1/2 സ്പൂണ്, വെളുത്തുള്ളി 4 അല്ലി. ഇതെല്ലാം നമുക്ക് നല്ല പോലെ മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കണം. വെള്ളം 1.5 കപ്പ്, മല്ലിയില കുറച്ച്. ഇനി ഞാൻ കടുക് പൊട്ടിച്ചെടുക്കുമ്പോൾ ചേർക്കേണ്ടതാണ് പറയുന്നത്. എണ്ണ 2 ടേബിൾ സ്പൂണ്, കടുക് 1/2 സ്പൂണ്, ജീരകം 1/4 സ്പൂണ്, വെളുത്തുള്ളി 5 അല്ലി ചതച്ചതാണ്, വലിയ ഉള്ളി കുറച്ച് നീളത്തിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഉണക്കമുളക് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്. ഇപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുളക്, മഞ്ഞൾ, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് സ്റ്റൗമ്മ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കണം. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയുടെയും ഉള്ളിയുടെയും എല്ലാ പച്ചമണം മാറിയിട്ടുണ്ട്, നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ തൈര് ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ തൈര് കറിയിൽ കട്ട പിടിച്ചിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കൂടുതലൊന്നും തിളക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകവും കടുകും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് അപ്പം തന്നെ നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇതിൻ്റെ വാസന പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.